കാരൊക്കെ ഈയുടെ കൂടെ ഉണ്ടായതാണ്. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഈയുടെ കൂടെ ഉണ്ടായാണ്. ചിലപ്പോൾ ഇവിടെ ഭാര്യയും ഉണ്ടായി, ഡൈവേഴ്സ് മിക്കവാറും ഡൈവേഴ്സ് ചെയ്ത് പോയി കാണും. മിക്കവാറും ഇത്രയും വർഷങ്ങളല്ലേ. തറവാതിലൊക്കെ ഉണ്ട്, ഇയാക്കളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ പോയി കാണും. മക്കളും ഉണ്ടായി കാണുകയില്ല. മക്കളും ഇയാൾ തറവാതിരമാണ്, തറവാതിര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര. ഇയാളുടെ മലമൂത്രങ്ങളൊക്കെ ഇയാൾ ആരാണ് ഇതൊക്കെ നോക്കണത് ഏതറിയാം. കാര്യം തളർന്ന് കിടക്കുന്ന ആളല്ലേ. അപ്പോൾ ഇത് നിന്നെ ഇപ്പോൾ ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, കൊണ്ടുവന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട്. അതാണ് പറയണത്. അവൻ അവിടെ കിടക്കണത് അവൻ കണ്ടു. 38 വർഷമായെന്ന് മനസ്സിലായത്. എന്തൊരു ഈശ്വരനെ കാണുമ്പോഴേ വല്ലാണ്ടായിപ്പോയി നമ്മൾ. അത്രയ്ക്ക് സംഭവമാണ് ഇത് പറയണേ. അവനവിടെ കിടക്കണം. ഇതാണ് കർത്താവ്. അതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ ഹൃദയമൊക്കെ ഇരിക്കുമ്പോഴേ, ഹൃദയത്തിൻ്റെ രൂപം നമ്മുടെ വീട്ടിലേക്ക് എഴുതി. ഹൃദയത്തിൻ്റെ രൂപമില്ലാതെ ഒറ്റ വീടുണ്ടാകരുത്. അത് കാരണം നമുക്ക് തോന്നണം. ഹൃദയത്തിന് പകരം വേറെ പല പരിപാടിയും കാണിക്കുന്നുണ്ട്. ഹൃദയത്തിനെ പോലെ പല പരിപാടിയും കാണിക്കും. അതല്ല, തിരുഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ എംബ്ലമാണത്. ആത്മബന്ധത്തിൻ്റെ ഒരു അടയാളമാണ് ദൈവമായിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ് അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവനൊറ്റ ചോദ്യം ചോദിച്ചോളൂ, ഈ സിറ്റുവേഷനിലാണ് ഡു യു വാണ്ട് ടു ഹീൽ? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി പേര് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോഴാരുമില്ല. ചിലരെന്ത് പറയണമെന്നറിയാമോ, ഇവിടുത്തെ പ്രശ്നം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരുമില്ലെന്ന് പറയത്തില്ലേ, അതിനാണ് 10 മാർക്ക്. എന്താ കാര്യത്തിൽ നമ്മൾ ഗതി കെട്ടാൽ പോലും നമ്മൾ പറയത്തില്ല നമുക്ക് ആരും ഇല്ലെന്നുള്ളത് പറയത്തില്ല. അഹങ്കാരമുണ്ടേ, മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല. ഇല്ല ഞാൻ നോക്കിക്കൊള്ളാം ആര്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട്, ആര് സഹായിക്കും, ആര് നിൽക്കുമെന്നെ കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പ് അപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഇത്തിരി പാടായിരിക്കും. പാവങ്ങളൊക്കെ വിളിച്ച് പറയും, ആരും എന്നൊക്കെ വിളിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യും. അതല്ല, നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ ചെയ്യണ എപ്പോഴും നല്ലതാണ്. ചില ആൾക്കാർ ഭയങ്കര ജപ്തിയാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പള്ളി പോകത്തില്ല, കൃപാസനത്തിൽ വരും. എന്താ കാര്യം? നമ്മുടെ ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയൊക്കെ വിരിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്. ചില കൃപാസനത്തിൽ വരത്തില്ല. എന്നറിയാമോ? കൃപാസനത്തിൽ വന്നാൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ കൃപാസനത്തിൽ വരണതെന്ന് മറ്റൊരു ധരിക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ പോലും കൃപാസനത്തിൽ കണ്ടാൽ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല. അയാൾ സമ്മതിച്ചു, എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞു. ഉള്ളതുപോലെ അംഗീകരിക്കണം. എന്നിട്ട് ദൈവദൃശ്യത ഏറ്റു പറയണം. അപ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. വിശ്രാമം.